ഓക്കെ, നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് പ്രോട്ടോകോളിനെ കുറിച്ചാണ്. നഴ്സിംഗ് പ്രോട്ടോകോൾ ഫോർ ഫോളോയിങ് ഡോക്ടേഴ്സ് ഓർഡർ. ഇത് പിന്നെ IP അല്ലെങ്കിൽ OP ഇത് രണ്ടിടത്തും അപ്ലിക്കബിൾ ആണ്. എങ്കിലും മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് IP പേഷ്യൻസിലാണ്. അതിന് സ്റ്റെപ്സ് പറയാം. 1 റീഡ് ആൻഡ് റെക്കോർഡ്, പ്രയോറിറ്റൈസ് 2 പ്രയോറിറ്റൈസ്, 3 എക്സിക്യൂട്ട്, 4 റെക്കോർഡ്, 5 റിപ്പോർട്ട് ബാക്ക്, 6 ഹാൻഡ് ഓവർ. ഇത്രയും സ്റ്റെപ്സ് ആണ് നമുക്ക് നഴ്സിംഗ് പ്രോട്ടോകോൾ, അതായത് ഡോക്ടേഴ്സ് ഓർഡേഴ്സ് ഫോളോ ചെയ്യാനുള്ള നഴ്സിംഗ് പ്രോട്ടോകോളിൽ ഉള്ളത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. വൺസ് റീഡ് ആൻഡ് റെക്കോർഡ്, ഡ്യൂട്ടി നഴ്സ് മസ്റ്റ് റീഡ് ഡോക്ടേഴ്സ് ഓർഡർ ഡ്യൂറിങ് ഈച്ച് ഷിഫ്റ്റ് ഹാൻഡ് ഓവർ. ഓരോ ഷിഫ്റ്റ് ഹാൻഡ് ഓവറിനും വരുന്ന നഴ്സുമാര് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് ഓർഡർ റീഡ് ചെയ്യുകയും വായിക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക. ബൈ റൈറ്റിംഗ് ആയാലും കുഴപ്പമില്ല. ഓരോ ഷിഫ്റ്റ്, ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓരോ ഷിഫ്റ്റിലുമാണ്. വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ഔട്ട് ഗോയിങ് നഴ്സ്, പുറത്തു പോകുന്ന നഴ്സാണ് ഇത് വെരിഫൈ ചെയ്യേണ്ടത്. ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ആരാണ്? ഷിഫ്റ്റ് ഔട്ട് ആവുന്ന നഴ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു, റീഡ് ആൻഡ് റെക്കോർഡ്. ഡ്യൂട്ടി നഴ്സ് ഏത് നഴ്സാണോ ആ നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നത്, ആ നഴ്സിംഗ് സ്റ്റേഷനിലെ നഴ്സ് കൃത്യമായിട്ട് അവരുടെ ഡോക്ടേഴ്സ് ഓർഡർ വായിക്കുകയും അത് കൃത്യം റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക. എഴുതാനുണ്ടെങ്കിൽ എഴുതി റെക്കോർഡ് ചെയ്യാം. ഓരോ ഷിഫ്റ്റിലും ഓരോ ഷിഫ്റ്റ് എൻട്രി ചെയ്യുമ്പോഴും ഈ പ്രോസസ് നടക്കേണ്ടതുണ്ട്. ഇത് വെരിഫൈ ചെയ്യേണ്ടത് പുറത്തു പോകുന്ന നഴ്സാണ്. അപ്പോ ഷിഫ്റ്റ് ഹാൻഡ് ഓവർ കൊടുക്കുന്ന നഴ്സാണ്, അതായത് വന്ന ആൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. വെരിഫൈ ചെയ്ത് വെരിഫൈഡ് എന്ന് ഹാൻഡ് ഓവർ കൊടുക്കുന്ന ബുക്കിൽ എഴുതി വെക്കുക. 2 പ്രയോറിറ്റൈസ്, ക്ലാസിഫൈ ഓർഡർ ആസ് ഇമ്മീഡിയറ്റ്, റൊട്ടീൻ ആൻഡ് ഷെഡ്യൂൾഡ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ, ആണോ ഇത് നെയിം ഒന്ന് ഫയൽ ചെയ്ത് വെക്കുക. പ്രയോറിറ്റൈസ് ചെയ്യാം. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് എന്തൊക്കെയാണ്. ഓരോ ഷിഫ്റ്റിനും വരുമ്പോൾ നഴ്സസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇത് ചെക്ക് ചെയ്യേണ്ടത്, വെരിഫൈ ചെയ്യേണ്ടത് സൂപ്പർവൈസർ ആണ്, നഴ്സിംഗ് ഓഫീസർ ആണ്. മൂന്നാമത്തെ പോയിന്റ് എക്സിക്യൂഷൻ. എക്സിക്യൂഷനിൽ ക്യാരി ഔട്ട് ദ മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഓർ ഇൻവെസ്റ്റിഗേഷൻ ആസ് ഓർഡർഡ്. ഡോക്ടേഴ്സ് ഓർഡർ എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യലാണ് പിന്നെ നഴ്സിന്റെ ജോലി. മെഡിക്കേഷൻ ആണെങ്കിൽ അത്, പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ലാബ് റിപ്പോർട്ട് അല്ലെങ്കിൽ വേറെ റേഡിയോളജി ഇതിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അത്. ഈ റിപ്പോർട്ടുകളെല്ലാം കിട്ടി അത് ട്രീറ്റ്മെന്റ് റെക്കോർഡ് ക്രോസ് വെരിഫൈ ചെയ്യുക. ട്രീറ്റ്മെന്റ് ചാർട്ട് നമ്മുടെ ഫയലിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ച് ഡോക്ടേഴ്സ് ഓർഡർ, ഓക്കെ ഇത്രാമത് ഡോക്ടേഴ്സ് ഓർഡർ, ഇത് ഈ സാധനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ലാബ് റിപ്പോർട്ട് ഉണ്ട്, ലാബ് റിപ്പോർട്ട് അപ്ഡേറ്റഡ്, ക്ലിയർ. ദെൻ റെക്കോർഡ്, ഡോക്യുമെന്റ് ഡേറ്റ്, ടൈം, ഇനീഷ്യൽസ് ആഫ്റ്റർ ഈച്ച് എക്സിക്യൂഷൻ. ഓരോന്നും ചെയ്തു കഴിഞ്ഞാൽ അതിന് നേരെ സൈൻ ചെയ്യുക. ടൈമും ഡേറ്റും ടൈമും എഴുതി സൈൻ ചെയ്യുക. എപ്പോഴാണ് ചെയ്യേണ്ടത്, എപ്പോഴാണോ അത് കഴിഞ്ഞത്, അറ്റ് ദ സെയിം ടൈം. അതിനെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള ഒരു മാനസികാവസ്ഥ നഴ്സസിന് ഉണ്ടാവരുത്. ക്ലിയർ. ഓരോന്നും കഴിയുമ്പോൾ അപ്പപ്പ തന്നെ ഓരോന്ന് നോട്ട് ചെയ്ത് ഓരോരുത്തരുടെ ഫയൽ ഓപ്പൺ ചെയ്ത് വെക്കുക. അതായത് ആ പേഷ്യന്റിനെ കാണുമ്പോൾ അവിടുന്ന് സംഗതികൾ ചെയ്യുക, ഫയൽ സൈൻ ചെയ്യുക, പോരുക. ഇത് ഡെയിലി നഴ്സിംഗ് ഇൻചാർജ് ആ പിന്നെ എന്താ പറയാ സ്റ്റേഷനിലുള്ള ഇൻചാർജ് നഴ്സ് വെരിഫൈ ചെയ്യണം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന്. 1 by 1 ഓരോന്നും ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നടക്കുന്നുണ്ട്. ലേബർ റൂമിലാണെങ്കിൽ അതിന് നഴ്സ് അപ്പ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ IP വാർഡിലാണെങ്കിൽ അവിടെയുള്ള ഹെഡ് നഴ്സ് ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. OP ഒബ്സർവേഷനിലാണെങ്കിൽ അവിടെയുള്ള ഹെഡ് നഴ്സ് ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇത് കൃത്യസമയത്ത് തന്നെ ഇക്കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. ക്ലിയർ.
റിപ്പോർട്ട് ബാക്ക്. അഞ്ചാമത്തെ പോയിന്റ് റിപ്പോർട്ട് ബാക്ക്. നോട്ടിഫൈ ഡോക്ടർ ഓഫ് ക്രിട്ടിക്കൽ റിസൾട്ട് ഓർ ഡിലേസ്. എന്തെങ്കിലും ഡിലേ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ റിപ്പോർട്ട് കിട്ടുകയോ പേഷ്യൻസിന് എന്തെങ്കിലും സിക്ക് ആവുകയോ ആണ് എന്ന് നമുക്ക് ഒരു ഐഡിയ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡ്യൂട്ടി ഡോക്ടർ വിളിച്ച്, ആരാണോ ഡ്യൂട്ടി ഉള്ളത് ആ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കുക. ദെൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. ICUന്, NICUന്, ലേബർ റൂമിന്, വാർഡ്, നഴ്സസിന് കംപ്ലീറ്റ് ആയിട്ട് ഇതിനൊക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, ഡ്യൂട്ടി ഡോക്ടർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടി ഡോക്ടർ ത്രൂ നമുക്ക് കൺസൾട്ടന്റിനെ അപ്പൊ തന്നെ വിവരം അറിയിക്കാം. ഇനി ഡ്യൂട്ടി ഡോക്ടർ അവൈലബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കാണ്, വരാൻ വൈകുകയാണ് എന്നതിൽ ഡയറക്റ്റ് ഡോക്ടറെ തന്നെ വിളിക്കാം. ക്ലിയർ? ആറാമത്തെ പോയിന്റ് ഹാൻഡ് ഓവർ. അതായത് ഒരു സിസ്റ്റം പ്രോട്ടോകോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എടുത്തു, നമ്മൾ വർക്ക് കഴിഞ്ഞു, ഒരു പ്രയോറിറ്റൈസ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, ഇക്കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തു, എല്ലാ ഡാറ്റകളും ഫയലിൽ അപ്ഡേറ്റ് ആയി ചെയ്തു, ഒരു പേഷ്യന്റിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്തു, എല്ലാം കഴിഞ്ഞു. ദെൻ അടുത്ത ഷിഫ്റ്റിലേക്ക് ഹാൻഡ് ഓവർ കൊടുക്കും. ഇങ്ങനെ അപ്ഡേറ്റ് നെക്സ്റ്റ് ഷിഫ്റ്റ് നേഴ്സ് അബൌട്ട് ദ പെൻഡിങ് ടാസ്ക്. ഇപ്പൊ ഈ ലിസ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റാഫിന് ഷിഫ്റ്റ് ഹാൻഡ് ഓവർ എഴുതി കൊടുക്കുക. എല്ലാ ഷിഫ്റ്റിലും കൊടുക്കണം. ഹാൻഡ് ഓവർ എടുക്കുന്ന ഷീറ്റിൽ ഈ ഹാൻഡ് ഓവർ എടുക്കുന്ന ഇൻകമിങ് നേഴ്സ് ആ ഹാൻഡ് ഓവർ ഷീറ്റിൽ കൗണ്ടർ സൈൻ ചെയ്യുകയും ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, ഞാനത് ഫോളോ ചെയ്യാൻ വേണ്ടി പോവാണെന്ന് എഴുതാം. ക്ലിയർ? 6 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, റീഡ് ആൻഡ് റെക്കോർഡ്, പ്രയോറിറ്റൈസ്, എക്സിക്യൂട്ട്, റെക്കോർഡ്, റിപ്പോർട്ട് ബാക്ക്, ഹാൻഡ് ഓവർ. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ റൂളിലേക്ക് നമ്മൾ വരും. ക്ലിയർ? താങ്ക് യു.